ചേച്ചി ഒന്ന് പോയി കുളിച്ചുകൂടെ ചേച്ചി, നാറിയിട്ട് വയ്യാന്ന് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നാറി പുഴുത്ത കാരണം തലയിൽ പേൻ പുഴുത്തു, എന്നിട്ട് ചൊറിഞ്ഞ് അതിന് ആ ചൊറിച്ച നിന്ന് അത് നേരെ ഈ വിഗ് വെച്ച പറഞ്ഞ പച്ചക്കള്ളം ഞങ്ങൾ കൊല്ലംകാരെ താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാൾ വീടുണ്ടാക്കിയത്. ഇവിടെ താമസിച്ചു, തനിക്കാരെങ്കിലും ഇവിടെ കൊണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ താമസിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞു. അങ്ങനെ ആ പൈസ ഇട്ട് കൊടുത്തപ്പോഴത്തേനും പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, ഒരുപാട് നന്ദിയിടാന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പം അപ്പം എന്തായാലും ഒരു രൂപ പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾ വെറുതെയാണ് PR പണി എടുക്കേണ്ടത്. കാരണം രേണുവിന്റെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ ഒരു രൂപ പോലും. പുഷ്പ ഫ്ലവർ അല്ലടാ, പയറാടാ പയർ. 24 മണിക്കൂറും ഇതും പറഞ്ഞ് ബിഗ് ബോസിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് ചെന്നിരുന്നിട്ട് സുധിച്ചേട്ടാ എന്ന് കരഞ്ഞു വീഴുന്ന രേണു സുധിയാണ് നമ്മളിപ്പം ബിഗ് ബോസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതൊക്കെ കൊടുത്ത് കയറിപ്പോയ ഒരു വ്യക്തിയാണ് രേണു സുധി പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് കത്തിക്കും പറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം രേണു സുധിയുടെ അനക്കവും ഇല്ല, ആവിയില്ല, അല്ല നനഞ്ഞ ഓലപ്പടക്കം പോലുള്ള അവസ്ഥയായി. ഇതിലും നല്ലത് പുള്ളിക്കാരിക്ക് വെളിയിൽ നിന്നിട്ട് റീൽസോ മറ്റു കാര്യങ്ങളോ ചെയ്ത് പോകുന്നതായിരിക്കും, ജനങ്ങളെയും വെറുപ്പിച്ച് പോകുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം പുറത്തുനിന്ന് വെളിയിൽ നിന്ന് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്താലും ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഇരട്ടി ഒരാഴ്ച കൊണ്ട് അവിടെ നിന്ന് ഉറങ്ങിയാലും പുള്ളിക്കാരിക്ക് കിട്ടുന്നുണ്ട്, സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. കുറച്ച് സൈബർ ബുള്ളിങ്ങൊക്കെ കുറവുണ്ടല്ലോ, ഇല്ലെന്നല്ല, ഉണ്ട്. എന്നാലും അതിനുള്ള കാരണക്കാരി പുള്ളിക്കാരി തന്നെയാണ്, അല്ലാതെ ചുമ്മാ ആരും അങ്ങോട്ട് പോയി ചൊറിയാൻ പോകുന്നതല്ല. പുള്ളിക്കാരി തന്നെ ഓരോന്നോരോന്ന് ഇട്ട് തരുവാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ ചെന്നിട്ട് നമ്മൾ കണ്ടതാണല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ പുള്ളിക്കാരി പുറത്തെ വിഷയങ്ങൾ വരെ അതിനകത്ത് വലിച്ചിട്ട് കൊണ്ടുപോയി. ഒന്ന് സ്വന്തം നിലപാടിൽ ഗെയിം കളിക്കാതെ അതിനകത്തും സുധിച്ചേട്ടനെ കയറ്റിയിട്ട് സുധിച്ചേട്ടൻ മുമ്പിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നു, പുള്ളിക്കാരി പുറകിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നു. ആ ഒരു മൈൻഡോട് കൂടിയാണ് പുള്ളിക്കാരി അവിടെയും പോകുന്നത്. ഇപ്പം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഇത് മറ്റേ അക്ബർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷമ പറയുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ പറയുന്നു, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരു വ്യക്തി ഞാനാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് മലയാളികൾ, ഈ ഇത് കേട്ടോണ്ടിരിക്കുന്ന മലയാളികൾ പൊട്ടന്മാരാണോ? ഇവരെ ആരെങ്കിലും അങ്ങോട്ട് ചെന്നിട്ട് ആക്രമിക്കാൻ നിന്നിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കെതിരെ ആരെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു കൊല്ലം സുധി മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു കലാകാരൻ മരിച്ചിട്ട്, കൊല്ലം സുധി എന്നല്ല, ഒരു കലാകാരൻ മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ രേണു സുധിയാണ്. വേറെ ഒരു കലാകാരൻ്റെയും വൈഫിന് ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ കൊച്ചിൻ ഹനീഫ മരിച്ചിട്ട് കൊച്ചിൻ ഹനീഫയുടെ വൈഫിന് കിട്ടിയിട്ടില്ല ഇത്രയും സപ്പോർട്ട്. പുള്ളിക്കാരി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നൊരു ഇൻ്റർവ്യൂ പോലും കൊടുക്കുന്നത് ഞാൻ നല്ലോണം കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ ഒരുപാട് കലാകാരന്മാരുണ്ട്, ഇഷ്ടം പോലെ കലാകാരന്മാരുണ്ട്, കലാഭവൻമണിയുണ്ട്. ഇവരൊക്കെ 2 പെൺമക്കളെയും കൊണ്ട് കഷ്ടപ്പെട്ടാണ് ജീവിച്ച് മുമ്പോട്ട് പോകുന്നത്. അപ്പം കൊല്ലം സുധി എന്നുള്ളൊരു കലാകാരൻ, അത്ര വലിയ കലാകാരനൊന്നും പറയുന്നില്ല, എന്നാലും പുള്ളിക്കാരൻ സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ കുറേ ആൾക്കാർ പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. അതിലൂടെയാണ് ഈ രേണുവിനെയും പരിചയപ്പെടുന്നതും ജനങ്ങൾ അറിയുന്നതും. പുള്ളിക്കാരൻ തന്നെയാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഒരു കലാകാരൻ മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് രേണുവിനാണ്. അപ്പോൾ ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. നിങ്ങളെ ഏറ്റവും കൂടുതൽ തലയെടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത് മലയാളികളാണ്. അതേപോലെ നിങ്ങളെ തലേന്നെടുത്ത് താഴെ എറിഞ്ഞതും മലയാളികളാണ്. അതിന് കാരണമുണ്ട്. അതിനുള്ള കാരണം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. കുറച്ച് കാരണങ്ങൾ ഞാനിവിടെ അങ്ങ് നിരത്തിത്തരാം. അപ്പോൾ ഇത്രയും ഈ പുള്ളിക്കാർ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് ഇത് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ജനങ്ങളെ വീണ്ടും മണ്ടന്മാരാക്കുമല്ലേ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ജനങ്ങളെല്ലാവരും അവരെ അങ്ങ് പോയി ആക്രമിച്ചു, അവരെങ്ങ് പോയി വെറുതെ ഇരുന്ന് അവരെങ്ങ് പോയി അങ്ങോട്ട് കടിച്ച് പറിച്ചു എന്നാണ് പറയുന്നത്. എന്നാലും ഇവരെ സൈബർ ബുള്ളിങ്ങിന് ഇവർ ഇരയാവാൻ കാരണം എന്തെന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു സംഭവം ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒന്ന് കാണിച്ചു തരാം. പറഞ്ഞ പച്ചക്കള്ളം ഞങ്ങൾ കൊല്ലംകാരെ താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാൾ വീടുണ്ടാക്കിയത്. ഇവിടെ താമസിച്ചു, തനിക്കാരെങ്കിലും ഇവിടെ കൊണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. സുധിയുടെ അമ്മ ഇവിടെ താമസിക്കാമെന്ന് ഓർത്തുന്നില്ല. അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് ഇവർ നാട്ടുകാർ പൈസ കൊടുക്കും. ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസാണ് ഇന്നിരുന്നുണ്ട് രേണു കള്ളം പറഞ്ഞു, രേണു പച്ചക്കള്ളം. അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത്. രേണു സുധിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും? ഇത് കൊടുക്കണം, വാർത്തയിൽ കൊടുക്കണം. ഇത് രേണു സുധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല.
രേണുസുതി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവർ വളരെ ഒന്നും വേണ്ടിയാ പറയാൻ ചെലവിന് കൊടുക്കാൻ പറയും. എന്തിന്? ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം? ഞാൻ അങ്ങനെ ആധാരം എഴുതി കൊടുത്തിട്ടുണ്ട്. രേണുസുതി എന്നോട് ഒന്നും നന്ദി കാണിക്കുകയും വേണ്ട, നന്ദിയോട് കാണിക്കേണ്ട, നന്ദിയും കാണിക്കേണ്ട. എനിക്ക് താല്പര്യമില്ല. അവരറിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചോദിച്ചത്, അവരറിഞ്ഞ് ചോദിപ്പിച്ചതാണ്. അതിനകത്ത് ഇനി എന്റെ മേൽ എന്ത് നടപടി വന്നാലും അവർ അറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. ബെഡ്റൂം ചോരുന്നുണ്ടോ ചോദിച്ചാൽ പറയും എന്റെ കുഞ്ഞ് റിതുല് കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന് മുഴുവൻ പേരെയും കരിവാരി പുരട്ടാൻ വേണ്ടി രേണുസുതി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും. രേണുസുതിയുടെ സംസാരം വളരെ വേദനിപ്പിക്കുക. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ. കണ്ടല്ലോ, ഇതൊക്കെ കൊണ്ടാണ് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എല്ലാവരും നിങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് വെച്ചാണ്. പക്ഷെ അത് നിങ്ങളായിട്ട് നശിപ്പിച്ചത് ഈ സംഭവങ്ങളൊക്കെ കൊണ്ട് മാത്രമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ എല്ലാവരും നിങ്ങളങ്ങ് പിച്ചു ചീന്തി സമൂഹത്തിന് മുമ്പിൽ ഇട്ട് പിച്ചു ചീന്തി തിന്ന് മനഃപൂർവ്വം അങ്ങ് തിന്നാന്ന് പറയല്ലേ കേട്ടോ. ഇതൊക്കെ അരിയാഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊന്നും പറയില്ലേ കേട്ടോ. ഈ രേണുസുതിയുടെ അച്ഛനും കൂടെ ഈ ഋതപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഋതപ്പൻ ആര് നോക്കും, 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആരൊക്കെ നോക്കും എന്ന് പറഞ്ഞൊക്കെ 2-4 ഇൻ്റർവ്യൂസിനകത്തൊക്കെ വന്ന് പറയുകയുണ്ടായി. അപ്പം അത് കഴിഞ്ഞിട്ട് നിമിഷ ബിജോയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ വരുന്നത് വരെ ഒരുപാട് പേർക്ക് ഇവരെ ഇഷ്ടമല്ലായിരുന്നു. സത്യമായിട്ടുള്ള കാര്യമായിരുന്നു. ഇവരെ വീഡിയോസൊന്നും ആരും അങ്ങനെ കാണക്കുമില്ല. കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് കമൻസുകളും ഹേറ്റേഴ്സും ആയിരുന്നു ഇവർക്ക് കൂടുതൽ. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞിട്ട് ഇവരൊരു ഇൻ്റർവ്യൂ കൊടുത്തു. രേണുസുതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവരും പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ്, കടം കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം സത്യം പറഞ്ഞാൽ അതിലൂടെ സത്യം പറഞ്ഞാൽ ഇവരോട് എനിക്കൊരു റെസ്പെക്റ്റ് തോന്നിപ്പോയി. പല ആൾക്കാർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഋതപ്പൻ്റെ കാര്യമൊക്കെ, ഈ കുഞ്ഞിനെ ആര് നോക്കുന്നു ഈ രേണുസുതി പറഞ്ഞല്ലോ, അതിനൊരു മറുപടി നല്ലൊരു മറുപടിയാണ് കൊടുത്തത്. അതും കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. ഞങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും പറയാനിരുന്നൊരു കാര്യമാണ് നിമിഷ പറഞ്ഞത്. പക്ഷെ ഞാനത് പറഞ്ഞത് വീഡിയോ ഞാൻ കണ്ടായിരുന്നു രേണുവിന്റെ. ആ വീഡിയോക്കകത്ത് ഇങ്ങനെ എന്റെ കൊച്ചിനെ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കോളാൻ പറയും. ആ കുഞ്ഞു മനസ്സാണ് ഇപ്പൊ അതുള്ളത്. ആ കുഞ്ഞു മനസ്സ് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഗെയിം കളിക്കാനാണെങ്കിൽ പോലും അവർ ഫോൺ എടുത്താൽ പോലും ഇതെല്ലാം ഇവർ കാണുന്നുണ്ട്. ആ കൊച്ചിന്റെ പേര് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര വിഷയമാണ്. അപ്പം കിച്ചുവിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരെ രേണുവിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്, അവരുടെ ഫാമിലിയെ കാര്യമെല്ലാം സംസാരിക്കുന്നുണ്ട്. ഋതപ്പൻ എന്ന് പറയുന്ന ആ കൊച്ചിന്റെ കാര്യത്തിൽ മാത്രം ആരും അങ്ങനെ അതിന്റെ ഒരു അവസ്ഥ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കിക്കോളാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ കൊച്ചിനെ ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനം, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. എന്റെ മോൾ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ എന്റെ മോള് പറഞ്ഞു, അമ്മയുടെ കൂട്ടുകാരല്ലേ രേണു ചേച്ചി, ഈ രേണു ചേച്ചി എന്തൊക്കെയാണ് കൊച്ചിനെ പറ്റിയൊക്കെ പറഞ്ഞു. കണ്ടല്ലോ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരിയോടെ എനിക്കൊരു ചെറിയൊരു റെസ്പെക്ട്, എനിക്ക് ചെറിയതല്ല നല്ല രീതിയിലൊരു റെസ്പെക്ട് തോന്നി. കാരണം വേറെ ഒന്നുമല്ല, ആ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ വീട്ടുകാരുമായിട്ട് എടുത്ത തീരുമാനമാണ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പം ഇവർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. നാളെ ഒരു സമയം ഈ ഋതപ്പനൊക്കെ ഇപ്പോൾ വർഷം പോകാൻ വലിയ പാടൊന്നുമില്ല, പറയുന്നതിന് മുമ്പാണ് വർഷം പോകുന്നത്. ഇപ്പം ഋതപ്പന് 5.5 വയസ്സുണ്ട്. നാളെ ആ കുഞ്ഞ്, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ജനിച്ച് വീഴുമ്പോഴേ സോഷ്യൽ മീഡിയയും കൊണ്ട് ഇറങ്ങി വരുന്ന പിള്ളേരെ, മൊബൈലില്ലാതെ അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല, ആ അവസ്ഥയാണ്. അപ്പം നമ്മളെയൊക്കെ വലിയ ആൾക്കാരെയൊക്കെ കാലം ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കാനും മൊബൈൽ എന്താണെന്നും അറിയുന്നത് കുഞ്ഞു പിള്ളേർക്കാണ്. അപ്പം ഈ ഋതപ്പനായിക്കോട്ടെ, പിള്ളേരൊക്കെ അവർ 24 മണിക്കൂർ മൊബൈലും കൊണ്ട് നടക്കുന്ന പിള്ളേരെ. അപ്പം 1-2 വീഡിയോസിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഋതപ്പൻ്റെ ചാനലിനകത്ത് കണ്ടിട്ടുണ്ട്, മൊബൈലും കൊണ്ട് നടക്കുന്നതും വീഡിയോ എടുക്കുന്നതും പിടിക്കുന്നതും എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പിള്ളേർ നാളെ വളർന്നു വരുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവരെ ചാനലിൽ നിന്ന് ഇവർക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവർക്ക് ഇനി എന്തെങ്കിലും അത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. പക്ഷേ ഈ ഇത്രയും യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുള്ളതും എടുത്തിട്ടുള്ളതും ഇവർ പറഞ്ഞിട്ടുള്ളതെല്ലാം ഇത്രയും ചാനലുകാരും ഇവരെ ചാനലെല്ലാം ഇത് വർഷങ്ങളോളം കാലാകാലം ഇനി അതവിടെ കിടക്കും. മനസ്സിലായി? ഇവരെ ചാനലിൽ നിന്നൊന്നും ഇത് പോത്തില്ല. അപ്പം നാളെ ഒരു സമയം ഈ കുഞ്ഞത് കാണുമ്പോഴത്തേക്ക്, ഈ കുഞ്ഞ് ഋതപ്പം വളർന്ന് ഒരു പക്വതയൊക്കെ ആയിരുന്ന സമയത്ത് ഇത് കാണുമ്പോഴത്തേക്ക് ഇല്ല ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം ചിന്തിക്കും, ഇതായിരുന്നോ എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, എൻ്റെ അമ്മയുടെ അച്ഛൻ എന്നൊക്കെ ഉറപ്പായിട്ട് അവർ ചിന്തിക്കും. ആ ഋതപ്പം ചിന്തിക്കും. കാരണം അതിൽ വേറെ ഡൗട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിൻ്റെ അടുത്ത് പറയുവാണ്, കുഞ്ഞിനെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുവാണ്, ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ വിപ്ലവം നടക്കുന്നൊരു കാലത്ത്, ഈ ഒരു ജനറേഷനിൽ. പണ്ടൊക്കെയാണെങ്കിൽ പറഞ്ഞ് ഏതെങ്കിലും ചാനലിൽ വന്നിരുന്ന് പറഞ്ഞാലും ആരും കാണത്തൊന്നുമില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇപ്പം ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞ് അപ്പുറത്തിരുന്ന് മൊബൈലിൽ കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പല മുമ്പേ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഇതിങ്ങനെ മനസ്സിൽ ഇവർ കൊണ്ടു നടന്ന് വളർന്നു വരുന്ന സ്കൂളിൽ പോകുന്ന സമയത്തായാലും ഇങ്ങനെയുള്ള കുറേ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും കൂട്ടുകാരിൽ നിന്നായാലും. അപ്പം മാനസികമായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും.
അതൊന്നും ചിന്തിക്കാതെയാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ നിമിഷ എന്ന് പറയുന്ന ഇവരെ കയ്യിൽ നിന്നും പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എപ്പോഴത്തെയും പോലെ എല്ലാവരും പറയുന്ന പോലെ സുധിച്ചേട്ടൻ വിളിച്ചിട്ട് വാവൂട്ടൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പിന്നെ വാവൂട്ടനാണ് പൈസ ചോദിക്കുന്നത്, രേണുസുധിയാണ് പൈസ ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ഗൂഗിൾ പേ ചെയ്ത് ചെറിയ തുക ഇട്ട് കൊടുത്തു. വലിയ തുകയൊന്നും അല്ലാണ്ട് പറഞ്ഞു, ചെറിയ തുകയാണ് പറയുന്നത്. അപ്പൊ ചെറിയൊരു തുക ഇട്ട് കൊടുത്തു പുള്ളിക്ക്. അപ്പൊ ഇട്ട് കൊടുത്തപ്പോഴത്തേനും പുള്ളി കടായിട്ട് ചോദിച്ചാണോ? കടായിട്ട് ചോദിച്ചത് തിരിച്ചു തരാം, ഒരു മാസം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ ഇട്ട് കൊടുത്തപ്പോഴത്തേനും പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, ഒരുപാട് നന്ദിയിടാന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പം കൊടുത്തതിന്റെ പകുതി പൈസ എനിക്ക് തിരിച്ചു തന്നു. പകുതി പൈസ തിരിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ എനിക്ക് ഇട്ട് തരാം, അതുകൂടാതെ എനിക്ക് കുറച്ച് പൈസ കൂടെ തരണമെന്ന് പറഞ്ഞു. ഇവരെ വാവൂട്ടിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ഫോൺ കൊടുത്തിട്ട് രേണു സംസാരിക്കുക, കുഞ്ഞിന് പനിയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ല, അകപ്പാടെ പെട്ടിരിക്കാൻ, ഇനി എന്തൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ രേണുവായിട്ട് സംസാരിക്കണം, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എടാ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്, എന്തെങ്കിലും ആകപ്പാടെ ഞാൻ പെട്ടിരിക്കുക, ഒന്ന് സഹായിക്കാം, വേറെ ആരുമില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് വേറെ ആരും സഹായിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കരഞ്ഞൊരു ഫീല് വന്നു. അപ്പം കൊച്ചിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഞാൻ അങ്ങ് അലിഞ്ഞു പോയി. അപ്പം ഞാൻ ആ പൈസ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇവരൊന്നും പൈസ മേടിച്ചിട്ടുണ്ട്. ആ പൈസ കഴിഞ്ഞ് എപ്പോഴെങ്കിലൊക്കെ തിരിച്ചു കൊടുത്താൽ മതി. സത്യം ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. ഇനിയും മിക്കവാറും ഒരുപാട് ആൾക്കാർ രംഗത്തോട്ട് വരത്തേ ഉള്ളൂ. ഇതുപോലെ എത്ര പേർക്ക് കൊടുക്കാനുണ്ടെന്ന് ഇനിയിപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുമ്പം ചിലപ്പം ആൾക്കാർ മറ്റേ ഇല്ല ഇത് കണക്ക് ഇതുണ്ടല്ലോ, നമ്മൾ പൈസ കൊടുക്കാനുള്ള ഇത് ബുക്കുമായിട്ട് ഇറങ്ങും. എയർപോർട്ടിനകത്ത് മിക്കവാറും ഇവരെയും കാത്ത് നിൽക്കും. കാരണം ഒരാഴ്ചയിൽ ഇപ്പം നല്ല എമൗണ്ട് അല്ലേ ഇവർക്ക് കിട്ടുന്നത്. എങ്ങനെ പോലെ ഒരു 35 രൂപ 40 രൂപ ആഴ്ച തോറും കിട്ടുന്നുണ്ട്. ബിഗ് ബോസിന് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 98 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലൊരു 19 ലക്ഷം രൂപയുടെ വീട് വയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു, കാരണം ഇവരെ മുമ്പിലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സ്വന്തമായിട്ടൊരു വീട്, വെളിയിലൊരു ഇൻ്റർവ്യൂവിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം സ്വന്തമായിട്ടൊരു വീട് അതാണ് എനിക്ക് വേണ്ടുന്നത്, മറ്റുള്ളവരെ വീട്ടിൽ കയറി കടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരത്തില്ല എന്നൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. ബിഗ് ബോസ് ചെന്നിട്ടും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്വന്തമായിട്ടൊരു വീടെന്നുള്ളൊരു കൺസെപ്റ്റ്, ഒരു വീട് വയ്ക്കാൻ ഒരിച്ചെങ്കിലും നമുക്കൊരു ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അത് ബിഗ് ബോസ് തന്നെയാണ്. അപ്പം അവിടെ എങ്ങനെയെങ്കിലും കയറുമോ, ആരെങ്കിലും അടിച്ച് താത്തിട്ട് കയറും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു ആണി ഇപ്പോൾ ഒരാളെ ചവിട്ടി താഴ്ത്തിയിട്ടല്ലേ മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പം അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കതൊരു വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കത്തില്ല. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ ആ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് അത് തകർന്നടിഞ്ഞ് പോകും. മറ്റുള്ള ഒരാളെ വേദനിപ്പിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും നേടിയെടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മളെ കയ്യിൽ വാഴത്തില്ല. അതും കൂടെ മനസ്സിലാക്കുക. പുള്ളിക്കാരി ബിഗ് ബോസിൽ പോയിട്ടൊരു വീട് വെക്കാം, അതിൽ നിന്ന് കിട്ടുന്ന പൈസകൾ കൊണ്ടിട്ട് അത് കഴിഞ്ഞ് ഇറങ്ങും. എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുമ്പം തൂരാന്ന് ഇൻ്റർവ്യൂ. ഇനി ഈ രേണുസുധി അവിടെ പോയി ഒരു കോണ്ടന്റ് കൊടുത്തില്ലെങ്കിലും തന്നെ, അവരൊന്നും ചെയ്തില്ലെങ്കിലും തന്നെ ഇവർ ഇറങ്ങുമ്പോൾ എന്തായാലും കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഇവർക്ക് കിട്ടും. ബിഗ് ബോസിൻ്റെ വിശേഷം എങ്ങനെയാണെന്നും, ബിഗ് ബോസ് വീട് എങ്ങനെ ഉണ്ടായിരുന്നു, ബിഗ് ബോസ് വീടിന്ന് ചോരുന്നുണ്ടോ നനയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ഇൻ്റർവ്യൂസ് എന്തായാലും ഇവർക്ക് കിട്ടാൻ ചാൻസ് നല്ല കിട്ടും. അപ്പോൾ അതിൽ നിന്നും കുറേ എമൗണ്ട് കിട്ടും. എങ്ങനെയായാലും നല്ല രീതിയിൽ കുറച്ച് പൈസ ഉണ്ടാക്കാം. എന്നാലും അതൊക്കെ നല്ല പ്രീ പ്ലാൻ ചെയ്തിട്ട് ആണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടത് ഇവർ. ഒന്നെങ്കിൽ ഇവർക്ക് വേറെ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം, ഇത് നല്ല പറ്റിയ സമയമാണ്, സുധിയുടെ പേരും പറഞ്ഞു, സുധിയുടെ ലേബൽ വെച്ച് നിങ്ങൾക്ക് കുറച്ച് ഇതാവാന്ന് പറഞ്ഞ് ആരൊക്കെയോ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവർ ഈ ഒരു ഇതിനെ ഇറങ്ങി തിരിച്ചത്. അല്ലെങ്കിൽ ഇവർ ഇത്രയും നാളായിട്ട് ഇവർ ആ സമയം ഇറങ്ങുന്നെങ്കിൽ ആ സമയത്ത് ഇവർ ഇറങ്ങിയേനെ. ആരൊക്കെ എനിക്ക് തോന്നുന്നു ഇത് വെച്ച് കൊടുത്ത് കാണും. ഇപ്പം PR ടീമിൻ്റെ കളിയാണല്ലോ. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് ദിയ അച്ചു ഉണ്ടല്ലോ, ബിഗ് ബോസ് സീസൺ 2 ദിയ അച്ചു രേണുസുധിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അതും കൂടെ കേട്ടു നോക്കാം. നിന്നതിന്റെ പൈസയും ആ ട്രോഫി എല്ലാം ആയിട്ട് നിങ്ങൾക്ക് ഒരു ഭാഗം കിട്ടും, അതുകൊണ്ട് PR വർക്ക് തള്ളിക്കൊടുക്കാന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇത് ഞാൻ മനസ്സിലായ. അപ്പൊ ഇത് രണ്ടും കണ്ടിട്ട് ബിഗ് ബോസ് ടീമുകാർ കപ്പ് കൊടുക്കൂല. അപ്പൊ ഇത് ഡയലോഗ് കോപ്പി അടിച്ചിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഏഴോ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് സുധിച്ചേട്ടാ കണ്ടില്ലേ എന്ന് പറഞ്ഞ് മാനത്ത് നോക്കി നിലവിളിക്കുന്നത് ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഫയർ പുഷ്പ ഇത് കോപ്പി അടിച്ചിട്ട് ആ സിനിമയുടെ അല്ലു അർജുനും പറയുന്ന ഡയലോഗ് കോപ്പി അടിച്ചിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നു കാണാം. ഇതല്ല ഗെയിം, മനസ്സിലായ? അപ്പൊ ഇത് രണ്ടും കണ്ടിട്ട് ബിഗ് ബോസ് ടീമുകാർ കപ്പ് കൊടുക്കൂല. അപ്പൊ ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട്, പിന്നെ നിങ്ങളുടെ ഈ PR വർക്കുകാർ വിചാരിച്ച് കാണുമായിരിക്കും രേണു കപ്പും കൊണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞ് ഇത്രയും നാളെ നിന്നതിന്റെ പൈസയും ആ ട്രോഫി എല്ലാം ആയിട്ട് നിങ്ങൾക്ക് ഒരു ഭാഗം കിട്ടും, അതുകൊണ്ട് PR വർക്ക് തള്ളിക്കൊടുക്കാന്ന്. നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇത് ഞാൻ പറയുന്ന വാക്കാണ്, നിങ്ങൾ ഓർത്ത് വെച്ചോ, നിങ്ങൾക്കും കിട്ടും തട്ട്. കാരണം എന്താണെന്നറിയോ, ഈ രേണുവിന് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത അച്ഛനിട്ട് നല്ല തട്ടാ നിങ്ങൾ എല്ലാവരും കൂടി കൊടുക്കുന്നത്, ഭീഷണിപ്പെടുത്തല്.
ഇപ്പൊ ആ അച്ഛൻ തന്നെ വന്നിട്ട് പറയുവാണ്, ഞാൻ ഒരുപക്ഷെ മരണപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ രേണുവിന്റെ വീട്ടുകാരാണെന്ന്. ഇവിടെ ദിയാച്ചു പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ്. ഇപ്പൊ PR ടീമുകൾ വിചാരിച്ചിരിക്കുന്ന ഇവര് ബിഗ് ബോസിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്, നല്ലൊരു എമൗണ്ട് ഇവർക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ വിചാരിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് PR വർക്ക് അങ്ങോട്ട് തുടങ്ങി പൊക്കി വെച്ച് കൊടുക്കുന്നത്. ഇവർ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി കപ്പ് അടിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഈ ഇതിൽ നിന്ന് കിട്ടിയ പൈസ ഇനി എത്രയാണെങ്കിലും, ഇനി 1 ലക്ഷം രൂപ കിട്ടിയാലും 2 ലക്ഷം രൂപ കിട്ടിയാലും ഈ ഒരു 10 ലക്ഷം രൂപ കിട്ടിയിട്ട് ഇവർ കൊണ്ടുവന്നാൽ പോലും അതിൽ നിന്ന് 1 രൂപ പോലും ഈ PR വർക്ക് ടീമിന് ഇവർ കൊടുക്കത്തില്ല. അത് വേറെ കാര്യം. എന്നാലും PR വർക്ക് ടീമിന് മുമ്പേ പൈസ കൊടുത്തിട്ട് പോകാൻ ഇവരെ പൈസ കാണുമെന്ന് അറിയത്തില്ല, അത് കൊടുക്കത്തുമില്ല. അപ്പം ഈ ഒരു അഗ്രിമെന്റ്, ഇത് ഒരു കൊടുക്കാമെന്നുള്ളൊരു വാക്കിന്റെ പുറത്താണ് സംസാരിച്ചിട്ട് കയറി പോയിട്ടുള്ളത്. അപ്പം എന്തായാലും 1 രൂപ പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ വെറുതെയാണ് PR പണി എടുക്കുന്നത്. കാരണം രേണുവിന്റെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ 1 രൂപ പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ട വരും. മനസ്സിലായി? ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കെതിരെ പരാതി പറഞ്ഞിട്ട്, നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പരാതി പറഞ്ഞിട്ട് ഞാൻ PR വർക്ക് കൊടുത്ത ഇന്ന ആളാന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കരുതിയിരുന്നോ, നിങ്ങളെയൊക്കെ പേര് വിളി വരും. ആരൊക്കെയാണ് PR വർക്ക് കൊടുത്തിട്ടുള്ളത് അവരെ പേരെല്ലാം രേണു സുധി സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ കൊണ്ടുവരും. അപ്പം നിങ്ങൾ പൈസയും കിട്ടത്തില്ല, നാണം കെടാനും പോകുന്നത് നിങ്ങളാണ്. പിന്നെ ഇപ്പം ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞല്ലോ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിഗ് ബോസിനെയും കുറ്റം പറയും. അവിടെ ഉറപ്പായിട്ടും വെളി വന്നിട്ട് പറയും ബിഗ് ബോസ് അത് അങ്ങനെയാണ്, ബിഗ് ബോസ് ഇങ്ങനെയാണ്, ബിഗ് ബോസ് ഫുള്ള് സ്ക്രിപ്റ്റഡ് ആണ്, ഞാൻ അവിടെ എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടി, പക്ഷെ എന്നെ ഒന്നും കാണിച്ചില്ല, മനഃപൂർവ്വം എന്നെ കാണിച്ചില്ല, എന്നോട് അവർ വിരോധം തീർത്തിയാണ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും വെളിയിറങ്ങിയിട്ട് ഇന്റർവ്യൂവിൽ വന്ന് കരഞ്ഞ് മെഴുകും. അത് ഈ പുള്ളിക്കാരി പറഞ്ഞ ഉള്ള കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടെ പുള്ളിക്കാരി പറയുന്നുണ്ട്. പറഞ്ഞിരിക്കുകയാണ്, അതാണ് അവസ്ഥ. പിന്നെ ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അവരുടെ കൂട്ടായ്മ വീട് വെച്ചു കൊടുത്തു, അതിനില്ലാത്ത കുറ്റങ്ങളില്ല. ഈ മുടി ബിഗ് ബോസിലേക്ക് പോകുമ്പോഴേക്കും ആട്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് അവള് ബിഗ് വെച്ചു. അതില് 7 ദിവസം കുളിക്കണില്ല, നനയ്ക്കണില്ല, ഒന്നുമില്ല. അത് നിങ്ങൾ കണ്ട തന്നെയാണ്. മറ്റുള്ള കണ്ടസ്റ്റന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഒന്ന് പോയി കുളിച്ചുകൂടെ ചേച്ചി, നാറിയിട്ട് വയ്യാന്ന് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നാറി പുഴുത്ത കാരണം തലയിൽ പേൻ പുഴുത്തു, എന്നിട്ട് ചൊറിഞ്ഞ് അതിന് ആ ചൊറിച്ചലിന് അത് നേരെ ഈ ബിഗ് വെച്ച ആൾക്കാർ കിട്ടും നല്ല തട്ടുതട്ടി. കഴിഞ്ഞ ബിഗ് ബോസിൽ ജാസ്മിൻ മുടി ബിഗ് വെച്ചിട്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. നൂറ ബിഗ് വെച്ചിട്ട് തന്നെ അവർ അവിടെ വന്നിട്ടുണ്ട്. ഡെയിലി അവർ കുളിക്കുകയും ചെയ്യും. 24 മണിക്കൂർ ഇങ്ങനെ മാണ്ടി നടക്കാറില്ല. ഇത് PR ടീമുകാരോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അവിടെ മൂട് താങ്ങിക്കൊണ്ടിരിക്കുന്നവരെ പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോ മുടിയുടെ കാര്യം നമ്മളെല്ലാം കണ്ടതാണ്. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഒരു വിഗ് ഒക്കെ വെച്ചു കൊടുത്ത് റോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവരാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതും നമ്മൾ കണ്ടതാണ്. അവിടെ ചെന്നിട്ട് കുളിക്കാതെയും നനയ്ക്കാതെയും തലയെല്ലാം ചൊറിഞ്ഞ് മുടി ഇളകിപ്പോയി. മുടി ഇളകിയിട്ട് ലാസ്റ്റ് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞ് ഇവർ വെച്ച് തന്ന മുടി കൊള്ളത്തില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് മുടി ഇളകി പോയെന്നൊക്കെ പറഞ്ഞ് അവരെയും കുറ്റപ്പെടുത്തി നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീട് വെച്ച് കൊടുക്കാനായിട്ട് സ്ഥലം കൊടുക്കാൻ നോബൽ ഫിലിപ്പ് പുള്ളിക്കാരനെ കുറേ ആൾക്കാർ ചെന്ന് കൊല്ലും, വെട്ടും, കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഉണ്ടായി. അപ്പോൾ അതും PR അച്ഛൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രേണുവിൻ്റെ PR ആണ്, എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദിത്വം ഫുള്ള് രേണു സുധിക്കാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കാൻ പോകുന്നൊക്കെ കൊടുത്തോന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയാണ്. അപ്പം ആര് സഹായിച്ചാലും അവസാനം അവരെ തലക്കിട്ടൊരു അടിയടിച്ചിട്ട് പുള്ളിക്കാരി മൂടും പൊടിയും തൂത്തിട്ട് പുള്ളിക്കാരി ഒരു പോക്കങ്ങ് പോകും. കാരണം എന്ത് ചെയ്താലും, ആരെ ഇനി അടിച്ചു താത്താലും, ആരെ ഇനി അവിടെ ഒട്ടിച്ചു വെച്ചാലും എനിക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ് പുള്ളിക്കാരി ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നെങ്കിലും പുള്ളിക്കാരി ഇതൊക്കെ മനസ്സിലാക്കി വന്ന വഴി തിരിഞ്ഞ് നോക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഇപ്പം പറയാമല്ലോ, ഇപ്പം പുള്ളിക്കാരിയെ എടുത്തുകൊണ്ട് നടക്കാനും പിടിച്ചുകൊണ്ട് നടക്കാനൊക്കെ ആൾക്കാർ കാണും. പക്ഷേ നാളെ ഒരു സമയത്ത് ഇതിനെല്ലാം കാരണം ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. അപ്പം ഒരു രീതിയിലല്ലെങ്കിൽ മറു രീതിയിൽ നമ്മൾ ചെയ്ത് കൂട്ടിയതിനൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു മുട്ടായി എങ്കിലും മേടിച്ചു തന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു മുട്ടായെങ്കിലും ആരെങ്കിലും നമുക്ക് മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ മുട്ടായി കൊള്ളത്തില്ല, അല്ലെങ്കിൽ 1 രൂപയുടെ മുട്ടായിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിക്കളയാ, സന്തോഷപൂർവ്വം അതിനെ കഴിക്കുക. അതാണ് വേണ്ടത്. എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. കാരണം ഒരു മുട്ടായി മേടിച്ചു തന്ന ആളെ പോലും തിരിച്ചിങ്ങനെ ഈ രീതിയിൽ നന്ദിയില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുമില്ല. പിന്നെ ഈ അച്ഛൻ്റെ കാര്യവും, ഈ സ്ഥലം കൊടുത്ത വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത ഈ അച്ഛൻ്റെ കാര്യവും, അതുപോലെ വീട് വെച്ച് കൊടുത്ത KHDC ഫിറോസിൻ്റെ കാര്യവും പറയുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇപ്പം ഇവർ ഈ ഒരു വീട് വെച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ല, ഈ ഒരു വസ്തു വെച്ച് വസ്തു വെറുതെ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരുവിൽ കിടക്കുന്ന പട്ടികളുണ്ടല്ലോ, തിരിഞ്ഞ് കിടക്കുന്ന പട്ടികൾക്ക്
ഒരു ദിവസത്തെ ഒരു ആഹാരം കൊടുത്താൽ മതിയായിരുന്നു. ഇത്രയും രൂപ അവരെ ഇന്ന് ചിലവാകത്തില്ലായിരുന്നു, ഇത്രയും നാണക്കേട് സഹിക്കേണ്ടിയും വരത്തില്ലായിരുന്നു, ഇത്രയും കഷ്ടപ്പെടേണ്ടിയും വരത്തില്ലായിരുന്നു. അപ്പം തെരുവിൽ കിടക്കുന്ന പട്ടികൾക്ക് ഒരു നേരത്തെ ഒരു ആഹാരം കൊടുത്തായിരുന്നെങ്കിൽ എന്തെങ്കിലും ആയി മതിയായിരുന്നു. ഇപ്പോഴും ഇവർ ആ വഴിയെ പോകുമ്പോഴത്തേക്കും ഇവരെ വാലാട്ടി സ്നേഹം കാണിച്ചേനെ. അപ്പം നമ്മൾ പറയും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനേ ഉള്ളൂ. ഈ രേണുസുതി എന്നുള്ളൊരു വ്യക്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ തിരുത്താൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം വരെ ഇവർക്ക് കിട്ടിയിട്ട് പോലും അതും വിനിയോഗിക്കാൻ എങ്ങനെയാണെന്ന് ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം see you guys.